പേരെന്താണ്? Archana. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോട്ടോ. There shall be show of blessing, this is promise of love. There shall be season refreshing, sent from the Savior above. Shows of blessing we need. Mercy drop round us are falling, but for the shows of we flee. Thank you. താങ്ക് യു. സൈനിന്നോ കോഡ്സ് ഓഫ് ദ ഡേ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഓക്കെ മാം, ഞാൻ തോട്ട് ഓഫ് ദി ഡേ പറയാം മാം. ഓക്കേടാ. Good morning, ma'am, and good morning, all my dear friends. Speak 5 lines to yourself every morning. First one is, I am the best. I am the best. I can do it. I can do it. God is always with me. God is always with me. I am a winner. I am a winner. Today is my day. Today is my day. These words are great. Words are a great man of APJ Abdul Kalam. He is the missile man of India. Thank you, ma'am. താങ്ക് യു. ഓക്കെ, സൈനിൻ ആരെങ്കിലും പറയുന്നുണ്ടോ? സൈനിൻ ആരെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോഴും സൈനിനെ കുറിച്ച് ഏകദേശം ധാരണ കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത് അല്ലെ? ഇല്ല മിസ്, ഇന്നലെ ചെയ്തതാണ്. ഇനി അടുത്ത മിസ്സിന്റെ ക്ലാസ്സിൽ ഞാൻ ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിലല്ലേ? ഇന്നലെ ചെയ്ത് തന്നെയായാലും പറഞ്ഞോ, കുഴപ്പമില്ല. ഇല്ല മിസ്, റെഡി ആയിട്ടില്ല. ഓക്കെ, സൈനിൻ മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ മാം? അതായിരുന്നു മതി. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് ഒരു ചെറിയൊരു പുഞ്ചിരി മതി നമ്മുടെ ജീവിതത്തിനെ എല്ലാം മാറ്റിമറിക്കാൻ. നമ്മുടെ എല്ലാ വിഷമങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും എല്ലാം മാറ്റി നമുക്കൊരു ആരോഗ്യപൂർണമായും ഒരു സന്തോഷപൂർണമായും ജീവിതം ലഭിക്കാൻ നമുക്കിന്ന് പഠിച്ചു തുടങ്ങാം. ഓക്കെ, താങ്ക് യു മാം. തുടങ്ങി. മാമിന്റെ പേര് ഞാൻ മറന്നുപോയി, സോറി മാം. അപർണ എന്ന പേര്. ഓക്കെ, അപർണ മാം. വെൽക്കം ടു അപർണ മാം. ഓക്കെ, അപ്പം നമ്മള് ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ്? മാൽന്യൂട്രീഷൻ കഴിഞ്ഞ് ബാലൻസ് ഡയറ്റ് ആണ്. ബാലൻസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻസ്, ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽ സോൾട്ട് ആൻഡ് വൈറ്റമിൻസ് നമ്മുടെ ഫുഡിൽ കറക്റ്റ് എമൗണ്ട്, കറക്റ്റ് ക്വാളിറ്റി വേണം. അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫുഡിന്റെ കോമ്പിനേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാലൻസ് ഡയറ്റ് ഓർ ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. ആരെങ്കിലും ഒരാൾ വായിച്ചേ? ഓക്കെ, ഈ വായിക്കാനൊക്കെ പറയണത് ശരിക്കും പറഞ്ഞാല് നിങ്ങളുടെ ലാംഗ്വേജ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മടി പിടിച്ചാരും മാറി നിൽക്കണ്ട. എല്ലാവരും ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വായിക്കാനും അതേപോലെ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനൊക്കെ എന്ത് ചെയ്യണം? മുൻകൈ എടുത്ത് വന്നോട്ടാ. ഓക്കെ, മോൻ പറഞ്ഞോട്ടാ. Okay, miss. Balanced food or diet. The food which contains all required nutrients and has the essential calorie value is called balanced food. The balanced diet is very important for growing children. A balanced diet contains roughly 400 calories of proteins, 900 calories of fat, and 1700 calories of carbohydrates. While selecting food items, not only the calorie value but the nutrition value also should be taken into account, especially when it is meant of for children, because they require nutritious food for their proper growth. ഓക്കെ, നമ്മള് നമ്മളെ ഫുഡിൽ എന്തൊക്കെ വേണം? Proper nutritions വേണം and every calories, carbohydrate. പ്രോപ്പർ ന്യൂട്രീഷൻസും പ്രോപ്പർ കാലറീസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഫുഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാലൻസ്ഡ് ഫുഡ് ഓർ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്.
ഒരു കുട്ടീനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ് എന്ത്? ബാലൻസ്ഡ് ഫുഡ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിലും നമ്മൾ എന്തോരം അളവ് ഇന്ന ഐറ്റംസ് ഇന്ന അത്രയും അളവ് വേണം എന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ പ്രോട്ടീൻ എന്തോരം കാലറീസ് വേണം? പ്രോട്ടീൻ 400 calories. 400 calories. ഓക്കെ. ഇനി പറയുന്ന ഫാറ്റ് എത്ര കാലറീസ് വേണം? 900 calories. കാർബോഹൈഡ്രേറ്റോ? 1700. 700. ഓക്കെ. നമ്മളൊരു ഫുഡ് കൺസിഡർ ചെയ്യുമ്പോൾ, ഒരു ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കാലറി വെച്ചിട്ട് വേണം നമ്മൾ അതിൽ എന്ത് ചെയ്യാനായിട്ട്, സെലക്ട് ചെയ്യാനായിട്ട്. അത് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ, കാരണം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ, അവരുടെ ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, ആ സ്റ്റേജസ് നിങ്ങൾ പഠിക്കും നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഒക്കെ പഠിക്കും, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിലും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ കാലറീസും പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷനും ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗ്രോ ചെയ്യാനായിട്ട്, നല്ലൊരു കുട്ടിയായിട്ട്, നല്ല ആരോഗ്യമുള്ള അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ല കുട്ടിയായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് അവന് ഈ പറഞ്ഞ കാലറീസ് വേണം. ഓക്കെ, ഇത്രയും ബാലൻസ് ആയിട്ടുള്ള ഫുഡ് വേണം. ഓക്കെ. ഇനി ബാലൻസ് ഡയറ്റ് ഫോർ പ്രീ സ്കൂൾ ചിൽഡ്രൻസ് ആണ് പറയുന്നത്. ഫോളോയിങ് ഈ സജസ്റ്റഡ് ബാലൻസ് ഡയറ്റ് ആണ് പറയുന്നത്. അത് 1 to 3 years വരെ എന്തോരം ഗ്രാം ആണ് ഓരോ ഐറ്റംസ് വേണ്ടത്, 4 to 6 years വരെ എന്തോരം ഗ്രാം ആണ് ബാലൻസ്ഡ് ഡയറ്റ് വേണ്ടത്. ഒന്ന് നോക്കാം കേട്ടോ. ഒരാൾ വായിച്ച ഓരോ ഐറ്റംസ്, അല്ലെങ്കിൽ ഈ 2 ഐറ്റംസ് വീതം ഓരോരുത്തർ പറയാം. ഞാൻ വായിക്കാം. അമൃത വായിക്കും. പേരൊക്കെ കണ്ടിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത്. Pulses 1 to 3 years. ഓക്കെ. പൾസസ് എന്താണ്? പൾസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പയർവർഗ്ഗങ്ങൾ അല്ലെ? ഓക്കെ. അത് 1 to 3 years എത്ര ഗ്രാം വേണം? 150 grams. 150 grams. ഓക്കെ. 4 to 6 years എത്ര ഗ്രാം വേണം? 200 grams. എത്ര? 200 grams. 200 grams. ഓക്കെ. നെക്സ്റ്റ് ഐറ്റം ഏതാണ്? Cereals. എന്ന് വെച്ചാൽ ധാന്യങ്ങൾ. ഓക്കെ. അത് 1 to 3 years എത്ര ഗ്രാം വേണം? 50 grams. ഓക്കെ. 3 to 4 to 6 years 60 grams. 60 grams. 60 grams. ഓക്കെ. ഗ്രീൻ വെജിറ്റബിൾസോ? Green vegetables 1 to 3 years 50 grams. 4 to 6 years 75 grams. ഓക്കെ. മറ്റുള്ള വെജിറ്റബിൾസ്? 1 to 3 years 30 grams. 4 to 6 years 50 grams. എങ്ങനെയാണ്? Fruits Fruits 50 grams. 1 to 3 years. 4 to 6 years 50 grams. ഓക്കെ. മറ്റുള്ളവർ പറയാൻ നോക്കി. Milk 1 to 3 years 300 grams. 300 grams, 50 grams. ഓക്കേടാ. 4 to 6 to 5 grams. 1 minute, ഒരു മിനിറ്റ്. എല്ലാവർക്കും എന്തായി? ആരൊരാൾ മ്യൂട്ട് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്, അതാണ് ഡിസ്റ്റർബൻസ് ഭയങ്കരമായിട്ട് വന്നത്. ഓക്കെ. മിൽക്ക് കഴിഞ്ഞിട്ട് അടുത്ത് പറഞ്ഞോട്ടോ. Oil and fat 1 to 3 years 20 grams. 4 to 6 years 25 grams. ഓക്കെ. Meat and fish 1 to 3 years 30 grams. 4 to 6 years 30 grams. ഓക്കെ. അടുത്തത് ഞാൻ പറയാം മിസ്. Sugar and jaggery 1 to 3 years 30 gram. പിന്നെ 4 to 6 years 40 gram. ഓക്കെ. അപ്പൊ ഇത്രയും എമൗണ്ട് അല്ലെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി ആണ് ഓരോ ഐറ്റംസ് ഓരോ കുട്ടികളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. 1 to 3 years ആണെങ്കിൽ ഇത്രയും ഗ്രാംസ് നമ്മൾ ഓരോ കുട്ടിയുടെ ഡയറ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം. 4 to 6 ആണെങ്കിൽ ഈ പറഞ്ഞ അളവിൽ എന്ത് വേണം, നമ്മൾ ഈ പറഞ്ഞ ഡയറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഈ ചാപ്റ്റർ ഏകദേശം മനസ്സിലായോ എല്ലാവർക്കും? ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻസ് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ജസ്റ്റ് എല്ലാവരും ഒന്ന് ഈ ചാപ്റ്റർ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് റീഡ് ചെയ്തേ. ഫുഡ് ന്യൂട്രീഷൻ ബാലൻസ്ഡ് ആയിട്ടും മറ്റു ചാപ്റ്റേഴ്സ് ഒന്ന് റീഡ് ചെയ്തേ. ഈ ചാപ്റ്റർ ഒന്ന് നന്നായിട്ട് റീഡ് ചെയ്യട്ടെ. ഞാൻ അപ്പോഴേക്കും ക്വസ്റ്റ്യൻസ് എടുക്കാൻ ബുക്ക് എടുത്തില്ല, അതെടുത്തോണ്ട് വരാട്ടോ.
എടാ ഈ ചാപ്റ്റർ എന്ന് ഉദ്ദേശിച്ചത് ഈ സ്ക്രീനിൽ കാണുന്നതാണോ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ഫുള്ള് ആ ഒരു യൂണിറ്റ് ഫുള്ളാണോ? യൂണിറ്റ് ഫുള്ളാണ്. യൂണിറ്റ് ഫുള്ളാണ്. ഈ ചാപ്റ്റർ കഴിഞ്ഞു തോന്നുന്നു. Full കഴിഞ്ഞു. കഴിഞ്ഞു. ഇന്നലത്തെ ക്ലാസ്സിൽ എന്താ മിസ് കൂടുതലായിട്ട് എടുത്ത? ഞാൻ ഇന്നലെ ക്ലാസ്സിൽ കേറിയില്ല. ഒന്ന് പറഞ്ഞുതരോ ജസ്റ്റ് പെട്ടെന്ന് ആരെങ്കിലും ഒരാള്? പിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ പറഞ്ഞതേ ഇന്നലെ ഞാൻ ക്ലാസ്സിൽ കേറിയില്ല എന്ന് പറയണേ. അപ്പൊ ഞാൻ ഇന്നലെ മോളുടെ അവിടെ മലപ്പുറത്ത് വന്നതാണ്. എനിക്ക് ടെസ്റ്റും കിട്ടിയിട്ടില്ല. എന്നിട്ട് ഞാൻ അവിടെ നിർത്തൂല. അപ്പൊ റെക്കോർഡ് ക്ലാസ് കിട്ടൂലേ മോനെ? റെക്കോർഡ് ക്ലാസ് കിട്ടൂട്ടെ. ഇന്ന് റെക്കോർഡ് ക്ലാസ് ഇടും. അപ്പൊ അത് കണ്ടാ മതി. ഓക്കെ. ഓക്കെ, നോക്കിയേ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ജസ്റ്റ് ചോദിക്കുന്ന ആദ്യത്തെ ചാപ്റ്റർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ധാരണയില്ലാത്തതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാമെന്ന് വിചാരിച്ചത്. എഴുതിയെടുക്കുകയാണെങ്കിലും വേഗം എഴുതിയെടുക്കണം കേട്ടോ. ദ ഫുഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ദ ഫുഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ്. 3. ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേരാണ് ചോദിക്കുന്നത്. ഏതൊക്കെ ഫുഡ്സ് ആണ് ക്ലാസിഫൈ Energy supplies food, bodybuilders, promoters, protective foods. ആണെങ്കിൽ ഒരാള് പറയാ, ബാക്കി എല്ലാവരും ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. ഞാൻ പറയണ ആള് മാത്രം പറയാം. രേഷ്മ പറ. Energy giving food, body building food and protective foods. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നതെന്ന് വെച്ചാല് ഫുഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ് ചോദിച്ചിട്ട് ഈ 3 ഐറ്റംസും തന്നിട്ടുണ്ട്. ദെൻ ഓൾ ഓഫ് എബോവ് ആണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമ്മൾ ഏത് ക്ലിക്ക് ചെയ്യണം? All of them. All of them. The growing child required healthy dash for their proper development. The growing child required healthy dash for their proper development. അവരുടെ പ്രോപ്പർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർക്ക് എന്തോ ഹെൽത്തി ആവശ്യമാണ്. അപ്പൊ ഓപ്ഷൻ ആണ് എ ഹെൽത്തി എൻവയോൺമെന്റ്, ഹെൽത്തി ഫാമിലി, സി ഹെൽത്തി ഫുഡ്, നൺ ഓഫ് ദ എബോവ്. ഈ ഒരു ഓപ്ഷനിൽ Healthy food. അപ്പൊ നമ്മളത് കറക്റ്റ് ചെയ്ത് നോക്കണം. നമുക്ക് ഡൗട്ട് തോന്നുന്നു നിങ്ങൾ തന്നെ ചെയ്യുന്ന രീതിയിലായിരിക്കും. ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീനിൽ കാണിക്കാൻ പറ്റുമോ? സ്ക്രീനിൽ അങ്ങനെ കാണിക്കാൻ പറ്റില്ല. ഞാൻ പറയണത് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. ജസ്റ്റ് പറയാവോ? ഓക്കെ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് പറഞ്ഞല്ലോ ഡൗട്ട് ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് ഇത് ഡൗട്ട് ഉണ്ടാവും പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽസ് ആണ് തരുന്നത് കേട്ടോ. The growing child required help dash for their proper development. മറ്റാണെങ്കിൽ ടൈപ്പ് ചെയ്യാം, മെസ്സേജ് അയക്കാൻ പറ്റും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ദ ഗ്രോയിങ് ചിൽഡ്രൻ റിക്വയർഡ് ഡാഷ് ഫോർ ദർ പ്രോപ്പർ ഡെവലപ്മെന്റ്. എന്റെ ഓപ്ഷനിൽ ഹെൽത്തി എൻവയോൺമെന്റ് ഉണ്ട്, ഹെൽത്തി സൊസൈറ്റി ഉണ്ട്, ഹെൽത്തി ഫുഡ് ഉണ്ട്, ആൻഡ് നൺ ഓഫ് ദ എബോവ് ഉണ്ട്.
അതിന്റെ ആൻസർ ആരെങ്കിലും ടൈപ്പ് ചെയ്ത് അയച്ചോട്ടോ. ഹെൽത്തി എൻവയോൺമെന്റ് കഴിഞ്ഞിട്ട് എന്താ മിസ്സേ? എന്താണ് ഹെൽത്തി എൻവയോൺമെന്റ് കഴിഞ്ഞിട്ട് എന്താ ഓപ്ഷൻ? ഓപ്ഷൻ ഉണ്ട്. അത് ഒന്നും കൂടി പറയൂ. ഓപ്ഷൻ അങ്ങനെ ഓപ്ഷൻസ് എഴുതിയിരിക്കണം മക്കളെ. കറക്റ്റ് ആൻസർ മാത്രം എഴുതിയാൽ മതി. കാരണം ആ ക്വസ്റ്റ്യനിൽ ഹെൽത്തി എൻവയോൺമെന്റ്, ഹെൽത്തി ഫുഡ്, ഹെൽത്തി സൊസൈറ്റി ഉണ്ട്. അതിൽ ഏതാണ് കുട്ടിയുടെ ഡെവലപ്മെന്റിന്, ആരോഗ്യത്തിന്, അതേപോലെ അങ്ങനെ അതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രോയിങ് ചൈൽഡിന്, വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്. ഇനി അടുത്ത് കേട്ടോ. മിസ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ പറഞ്ഞത് ഗ്രോയിങ് ചൈൽഡ് റിക്വയർഡ് ഡാഷ് ഫോർ ദർ പ്രോപ്പർ ഡെവലപ്മെന്റ് എന്നല്ലേ? അപ്പൊ ഡെവലപ്മെന്റ് ഗ്രോത്തും അവിടെ ഡെവലപ്മെന്റ് എന്നുള്ള ഗ്രോത്ത് ഡെവലപ്മെന്റ് വരുമ്പോ നമുക്ക് ഇതിനകത്ത് എൻവയോൺമെന്റ്, ഫാമിലി, സൊസൈറ്റി എല്ലാം അതിനകത്ത് ബാധിക്കില്ല. അപ്പൊ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആക്കിക്കോട്ടോ. ഓക്കെ മിസ്. കറക്റ്റ് ഒരു സെന്റൻസ് നിങ്ങൾ ടെസ്റ്റിലെ മോഡൽ തന്നതാണ്. ഇത് തന്നെ വരുമെന്നല്ല. അല്ല, ഇങ്ങനെ വരുമ്പോ നമുക്ക് ഡൗട്ട് വരൂലേ? ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ എൻവയോൺമെന്റ്, ഫാമിലി എല്ലാം എഫക്ട് ആവില്ല. ഗ്രോത്തിന്റെ വരുമ്പോ അല്ലേ നമുക്ക് കറക്റ്റ് ഫുഡ് പറയാൻ പറ്റത്തുള്ളൂ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആക്കിക്കോ. നോക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ബൈ വിച്ച് ഈസ് യൂസ്ഡ് ഫുഡ് എന്നുള്ളത് വേർഡ് വിട്ടുപോയിട്ടാ. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ദ പ്രോസസ് ബൈ വിച്ച് ദ ഫുഡ് ഈസ് യൂസ്ഡ് ഇൻ ഹ്യൂമൻ ബോഡി. ഞാൻ അയച്ച മെസ്സേജിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. Metabolism. The process by which food is used in the human body is called dash. Called. The process by which the food is used in human body is called dash. എന്താണ് ആൻസർ നിങ്ങൾ പറയണം. ടൈപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയുമോ? ക്ലിയർ ആവുന്നില്ല, നെറ്റ് സ്ലോ ആയതോട്. ടൈപ്പ് ചെയ്ത മോനെ. The process by which the food is used in human body is called dash. അതിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാവാലോ. The chemical reaction by which food into energy. അങ്ങനെ കറക്റ്റ് ആയിട്ട് ചോദിക്കണമെന്നില്ല. ഓപ്ഷൻസ് ആണ് ബൈ ചാൻസ്. കെമിക്കൽ റിയാക്ഷൻ ആ ഒരു സെന്റൻസ് നമ്മുടെ ടെസ്റ്റിൽ ഇല്ലല്ലോ. അപ്പൊ കുറവാണ് ചാൻസ് അങ്ങനെ വരാനായിട്ട്. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ടത്. മിക്കപ്പോഴും ടെസ്റ്റിൽ കറക്റ്റ് വേർഡ്സ് ചോദിക്കും. ടെസ്റ്റിൽ 50% ചോദിക്കും, ബാക്കി ഒരു 50% ബൈ ചാൻസ്. ഇതിൽ മെറ്റബോളിസം കറക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞതല്ലേ പോയിന്റ് ഡെഫിനിഷൻ. ഓക്കെ, മെറ്റബോളിസം ആണ്, കറക്റ്റ് ആണ്. Protein is a kind of protein. Okay, sorry, type this name. Protein is a kind of dash food. Dash category of food. Dash and dash category of food no, dash classification of food no, dash food no question varam. Protein is the kind of dash classification of food. ഏത് ക്ലാസിഫിക്കേഷനിലാണ് പ്രോട്ടീൻ ഉൾക്കൊള്ളുന്നത്? പ്രൊട്ടക്റ്റീവ് ഫുഡ് ആണോ? ബോഡി ബിൽഡിംഗ് അല്ലേ മാഡം? ബോഡി ബിൽഡിംഗ് ഫുഡ് ആണ് കേട്ടോ. ഓപ്ഷനിൽ ഇതുണ്ടാവും പ്രൊട്ടക്റ്റീവ് ഫുഡ്, ബോഡി ബിൽഡിംഗ് ഫുഡ്, എനർജി ഗിവിംഗ് ഫുഡ്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് ആൻസർ ചെയ്യണം. ഓക്കെ,
ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇത് പല രീതിയിൽ ചോദിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ദ ഫങ്ഷൻ ഓഫ് പ്രോട്ടീൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ദ ഫങ്ഷൻ ഓഫ് പ്രോട്ടീൻ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ദ ഫങ്ഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ട് അവര് ഓപ്ഷൻ എ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെൽ. ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുന്നുണ്ടോ? എഴുതിയെടുക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ദ ഫങ്ഷൻ ഓഫ് പ്രോട്ടീൻ. ഈ ഓപ്ഷനും കൂടെ എഴുതിയെടുക്കണം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ദ ഫങ്ഷൻ ഓഫ് പ്രോട്ടീൻ. The growth and development of cell. Option A, the growth and development of cell. The growth and development of cell. The growth and development of cell. Option B. Option B, renewal of repetition, renewal of depreciation, renewal of repetition. Option C, problems with the digestion, problems with the digestion. Option C, problems with the digestion. Option D, production of energy in the body. The production of energy in the body. Production of energy in the body. മാം, ആ ക്വസ്റ്റ്യൻ ആദ്യത്തെ ഫസ്റ്റ് ലൈൻ ഒന്നുകൂടെ വായിച്ചു മാം. ആരെങ്കിലും ഒരാൾ വായിച്ച് കംപ്ലീറ്റ് ചെയ്ത് എഴുതി കംപ്ലീറ്റ് ആക്കിയിരിക്കുന്ന ഒരാൾ വായിച്ചേ. Which of the following is the function of protein? Not the ഒരാൾ വായിക്കും. Which of the following is the which of the following not the function of protein? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി. സി ആണ് ഓപ്ഷൻ. എന്തല്ലാത്തത്, കറക്റ്റ് അല്ലാത്തത്. അപ്പൊ ആ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, നേരത്തെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻ ചോദിക്കണേ. ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ ചോദിക്കാം. ഓക്കെ, ഇനി which are the fat soluble vitamins? 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 Okay, A, D, E, K. അത് ഇങ്ങനെ ചോദിക്കില്ല. Which are the fat soluble vitamins എന്ന് ചോദിക്കില്ല. ഓഡ് വൺ ഔട്ട് ആയിട്ടാണ് ചോദിക്കാറ്. ഓഡ് വൺ ഔട്ട് ആയിട്ടാണ് ചോദിക്കാറ്. ഇപ്പൊ എ, ബി, ഡി, ഇ എന്ന് തന്നിട്ടുണ്ടാവും ഓപ്ഷൻ. എ, ബി, ഡി, ഇ എന്ന ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മള് ഓഡ് വൺ ഔട്ടിലേക്ക് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ബി. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് അറിയണം ഏതാണ് ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ് എന്നും ഏതാണ് വാട്ടർ സോൾബിൾ വൈറ്റമിൻസ് എന്നും. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ കിട്ടി? 5. അതേപോലെ തന്നെ ചില ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. പ്രോട്ടീനിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? പ്രോട്ടീനിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സൾഫർ ആണ്. അതേപോലെ ഫാറ്റ് ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ്. കാർബോഹൈഡ്രേറ്റില് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ്. അപ്പൊ ഇത് നോക്കിയിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏതാണ് എന്ന്, ഫാറ്റ് ആണോ, കാർബോഹൈഡ്രേറ്റ് ആണോ, അതേപോലെ പ്രോട്ടീൻ ആണോ എന്ന് ചോദിക്കും. അപ്പൊ ആ ഓപ്ഷൻ മാറിക്കൊണ്ടിരിക്കും. ഓപ്ഷൻ അല്ല, ഏതെങ്കിലും വരുന്ന ഐറ്റംസിന്റെ ആ ഒരു ഐറ്റംസ് മാറും. നമുക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെയും വരാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? ഇല്ല മിസ്, ഒന്നുകൂടെ പറയുക. Dash include carbon, hydrogen,
ഓക്സിജൻ ഡാഷ് ഇൻക്ലൂഡ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, അല്ലെങ്കിൽ ആസ് ദ ഫോളോയിങ് ആയിട്ട് ഏതിലാണ് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഇൻക്ലൂഡ് ചെയ്യാത്ത, അല്ലെങ്കിൽ സൾഫർ എന്ന് പറയുന്ന ഐറ്റം ഏതിലാണ് ഉള്ളത്, ആ ഒരു രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മനസ്സിലായില്ല? പ്രോട്ടീനിലല്ലേ മിസ്? പ്രോട്ടീനിലാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അല്ലാതെ സൾഫറും കൂടി വരുന്നത് ഏത് കമ്പോണന്റിലാണ്, ഏത് ഫുഡ് ഐറ്റത്തിലാണെന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ രീതിയിൽ എന്ത് ചെയ്യേണ്ടി വരും, ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, മോക്ക് ടെസ്റ്റിന് വരുന്നത്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റില്ലേ? മോക്ക് ടെസ്റ്റിന് മെയിൻ എക്സാം ആണ് കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത്. മെയിൻ എക്സാം വരുമ്പോഴാണ് നിങ്ങൾ പഠിച്ച കാര്യം വെച്ച് എഴുതേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ലോജിക്കൽ തിങ്കിങ് ഒക്കെ വരും. നിങ്ങളുടെ ലോജിക്കിൽ നിന്ന് എടുത്ത കാര്യങ്ങളൊക്കെ എഴുതേണ്ടതായിട്ട് വരും. അത് നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ഒരു 6 months ആവുമ്പോഴേക്കും നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് കുറച്ചുകൂടി ഡെവലപ്ഡ് ആവും. അപ്പോഴാണ് ആ മാറ്റം നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കേടാ, നമുക്ക് നോക്കാം. ഞാൻ ഇപ്പൊ ഈ ചാപ്റ്ററിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ വേറെ? ഞാൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഫ്രൈഡേ എനിക്ക് അശ്വതി ടീച്ചർ ക്ലാസ് എടുക്കണം. അപ്പോ എന്റെ ക്ലാസ് നഷ്ടപ്പെട്ടു പോകും, എന്റെ പോർഷൻ മാത്രം ലാഗ് ആവും. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ഒരു ചാപ്റ്റർ തുടങ്ങി വെക്കാണ്ട. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മള് ഭൂരിഭാഗം പേരും അമ്മമാരാണ് അല്ലെ? അല്ലേ? കുട്ടികൾക്ക് അസുഖം വരുമ്പോ അല്ലെ, എല്ലാ കാര്യവും നമുക്ക് ഓക്കെയാണ്, ജോലി ചെയ്യുക, അതേപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓക്കെയാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ മക്കൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര വിഷമമായിരിക്കും. അത് ജോലി ചെയ്യണമെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇതാണ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് പറയുന്നത്. കുട്ടിക്കാലങ്ങളിൽ നമുക്ക് കേട്ടിട്ടുണ്ടാവും, കുട്ടികളായിരിക്കുമ്പോഴായിരിക്കും അസുഖങ്ങൾ കൂടുതൽ. കാരണം എന്താണ്, അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്. നമ്മള് ഒരു കുട്ടിക്ക് ഒരു 6 മാസം കഴിഞ്ഞ കുട്ടികൾക്കായിരിക്കും കൂടുതലായിട്ട് ഈ പ്രശ്നം, അസുഖങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അസുഖങ്ങൾ വരുന്നത്. ആദ്യത്തെ 6 മാസം എന്ന് പറയുന്നത് അമ്മയുടെ പാല് മാത്രം അവൻ കുടിക്കുന്നുള്ളൂ. അവന് ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും അമ്മയുടെ പാലിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഇമ്മ്യൂണിറ്റിയും കിട്ടുന്നുണ്ട്, പ്രതിരോധവും കിട്ടുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, അവനെ അത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതൊരു നമ്മൾ പുതിയ ഫുഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ പാല് കുടിക്കുന്നത് കുറച്ച് കുറയും, കുട്ടികൾ കുറയും. അപ്പൊ ആ ഇമ്മ്യൂണിറ്റി അവൻ എന്ത് ചെയ്യണം, അവൻ സ്വയം എന്ത് ചെയ്യണം, ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കണം. അതിന് കുറച്ച് ടൈം എടുക്കും. കുട്ടികൾ സ്വയമായിട്ട് ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഏറ്റവും വീക്ക് ആയിട്ടുള്ളതും പെട്ടെന്ന് അസുഖം ബാധിക്കുന്ന ആർക്കാണ്, നമ്മുടെ കുട്ടികൾക്കും അതേപോലെ മറ്റ് അസുഖങ്ങളുള്ള ആൾക്കാർക്കാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി അസുഖങ്ങളുള്ള വ്യക്തികൾക്കാണ് നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ പെട്ടെന്ന് അസുഖങ്ങൾ ബാധിക്കുന്നത്, പെട്ടെന്ന് അസുഖങ്ങൾ സ്പ്രെഡ് ആവുന്നത്. നമുക്കറിയാം, കൊറോണയൊക്കെ വന്ന സമയത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറ്റവും പ്രായമുള്ളവർക്കുമാണ് നമ്മളോട് കൂടുതൽ എന്ത് ചെയ്യാൻ പറഞ്ഞത്, കെയർ ചെയ്യാൻ പറഞ്ഞത്. കാരണം എന്താണ്, അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്, അവർക്ക് പ്രതിരോധ ശേഷി കുറവാണ്. അതുകൊണ്ടാണ് ഇവരെ എന്ത് ചെയ്യാൻ പറഞ്ഞത്, കൂടുതലായിട്ട് ശ്രദ്ധിക്കണം, അവരോട് മറ്റു കുട്ടികളോട് കോണ്ടാക്റ്റിലൊന്നും പാടില്ല, മറ്റ് എവിടെയും പോയി കളിക്കരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ പിന്നെ നമ്മളെക്കാളും കൂടുതൽ മറ്റുള്ളവരായിട്ട് കോണ്ടാക്ട് ഉള്ളത് ആർക്കാണ്, കുട്ടികൾക്കാണ്. ചിലപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആൾക്കാർ മാത്രമായിട്ടാണ് കോണ്ടാക്റ്റിൽ വരുന്നത്. പക്ഷെ കുട്ടികൾ അങ്ങനെയാണോ? അല്ല. അവർ സ്കൂളിൽ പോകുന്നുണ്ട്, ഒരുപാട് കുട്ടികളായിട്ട് കളിക്കുന്നുണ്ട്, അവര് പ്ലേ ടൈം ക്ലാസ് ടൈമിലൊക്കെ ഒരുപാട് കുട്ടികളോട് വർത്താനം പറയുന്നു. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കുട്ടിക്കൊരു കമ്മ്യൂണിക്കേറ്റബിൾ ഡിസീസ് ഉണ്ടെന്ന് വിചാരിക്കുക, സ്പ്രെഡ് ആകുന്ന ഡിസീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ സ്പ്രെഡ് ആകുന്ന ഡിസീസ് ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് വരാനുള്ള ചാൻസ് കൂടുതലല്ലേ? അങ്ങനെ വരുമ്പോ നമ്മൾ ടീച്ചറായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കും, നമുക്കപ്പോ ഒരു കമ്മ്യൂണിക്കേറ്റബിൾ ഡിസീസ് ആണ്, സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ആണ്, നമുക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി ആ കുട്ടി ഭയങ്കരമായിട്ട് ചുമക്കാണ്. എനിക്ക് സംശയം, അത് നമ്മൾ പറയുന്ന മൂഫിംഗ് കഫ് ആണോ അല്ലെങ്കിൽ എന്താണ്? സിംറ്റം നോക്കുമ്പോൾ നല്ല പനിയൊക്കെ ഉണ്ട്, ചുമയുണ്ട്, നന്നായിട്ട് ചുമയുണ്ട്. അപ്പൊ തന്നെ ഞാൻ ടീച്ചർ എന്ന് പറയുന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യും, ഈ കുട്ടിയുടെ പാരന്റ്സിനെ വിളിക്കും.
അതിക്ക് മുമ്പ് ഞാൻ ചെയ്യാൻ പോകുന്ന ഈ കുട്ടീനെ ഐസൊലേറ്റ് ചെയ്യും. എന്റെ ക്ലാസ് റൂമിൽ നിന്ന് ഈ കുട്ടീനെ സെപ്പറേറ്റ് ചെയ്ത് സ്റ്റാഫ് റൂമിലോ അല്ലെങ്കിൽ ഇങ്ങനെ വയ്യാതെ വരുന്ന കുട്ടികളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ് റൂമിലേക്കോ മാറ്റും. കാരണം മറ്റു കുട്ടികൾക്ക് അസുഖം വരാതിരിക്കാൻ നോക്കുന്നതാണ് എന്റെ ഉത്തരവാദിത്തം. ഈ കുട്ടിക്ക് ഓൾറെഡി ഇൻഫെക്റ്റഡ് ആണ്, മറ്റു കുട്ടികൾക്ക് ഈ കുട്ടിയിൽ നിന്ന് ഇൻഫെക്ഷൻ വരാൻ പാടില്ല. അത് എന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, കുറച്ച് സ്റ്റെപ്സ് എടുക്കും. അപ്പൊ നമുക്ക് അറിയണം എന്തെല്ലാം അസുഖങ്ങളാണ് കമ്മ്യൂണിക്കേറ്റബിൾ ഡിസീസ് അല്ലാത്തത്, അതേപോലെ എന്തൊക്കെ അസുഖങ്ങൾ എയറിൽ കൂടെ, ഫുഡ് ഐറ്റംസിൽ കൂടെ, അനിമൽസിൽ കൂടെ ഒക്കെ സ്പ്രെഡ് ആവുമെന്ന് നമുക്ക് അറിയണം. നമുക്കൊന്ന് വായിച്ചു നോക്കാം എല്ലാവർക്കും. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫ് വായിക്കണേ. ജ്യോതി വായിക്കോ? അത് ഒരു 3 ലൈനോ 4 ലൈനോ വായിച്ചിട്ട് നിർത്തണം. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്. മിസ്സേ തൊണ്ടയ്ക്ക് പനിയാണ്, ഞാൻ നന്നായിട്ട് സ്പീഡിൽ വായിക്കും. കുഴപ്പമില്ല, 2 ലൈൻ വായിക്കും. ചിൽഡ്രൻ ഗെറ്റ് കൈൻഡ് ഓഫ് ഡിസീസസ്. ഞാൻ വായിക്കാം മിസ്സേ, കുഴപ്പമില്ല. അല്ല ചിലപ്പം ക്ലിയർ ആവത്തില്ലായിരിക്കും, മൂക്കടഞ്ഞിരിക്കുന്നുണ്ട്. Children get various kind of diseases due to the absence of immunity. As children are disclosed to the surrounding, the childhood is a period of continuous change. They are likely to suffer from diseases because of the harmful forces in the environment. അത്രയും മതിയോ മിസ്? ക്ലിയർ ആണ്, അവിടെ ശ്രദ്ധിക്കും. ചിൽഡ്രൻസ് കുട്ടികൾക്ക് എങ്ങനെയാണ് അസുഖങ്ങൾ വരുന്നത്? ആബ്സെൻസ് ഓഫ് കുറവായതുകൊണ്ട്, ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കുന്ന ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പോലെ ഞാൻ പറയാണ്. ചിൽഡ്രൻസ് ഗെറ്റ് വേരിയസ് കൈൻഡ്സ് ഓഫ് ഡിസീസസ് ഡ്യൂ ടു ഡാഷ്. അപ്പൊ ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി എന്ന് ഓപ്ഷൻ ഉണ്ടാവും, പ്രസൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി എന്ന് ഓപ്ഷൻ ഉണ്ടാവും, മറ്റെന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് നമ്മളത് വായിച്ചു നോക്കണം. ഓക്കെ, ഇനി പറഞ്ഞ എന്താണ്, ഈ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സറൗണ്ടിങ്സ് ആയിട്ട് അത്യാവശ്യം ഡിസ്ക്ലോസ് ആണ്, ഒത്തിരി അടുത്ത് നിൽക്കുന്നതാണ്. കുട്ടികൾ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് പീരീഡ് ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന പീരീഡ് ആണ് ഇത് ചൈൽഡ്ഹുഡ്. നമുക്ക് കുട്ടിക്കാലം ഓർമ്മയുണ്ടാവും, നമ്മളും ഇതേപോലെ പാടത്തും പറമ്പിലൊക്കെ പോയി കളിച്ചിരുന്ന, അതേപോലെ ഭയങ്കര വികൃതിത്തരങ്ങൾ കാണിച്ചിരുന്ന, അനുസരണയില്ലാതെ ചെരുപ്പിടാണ്ട്, നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മമാര് പറയും ചെരുപ്പിട്ടിട്ടേ പുറത്ത് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കോ? എനിക്ക് തോന്നുന്നു ഇന്നത്തെ കുട്ടികൾ കുറച്ചും കൂടി അഡ്വാൻസ് ആണ്, അവർ ചെരുപ്പൊക്കെ ഇട്ടിട്ടേ പുറത്ത് പോകും. ഓക്കെ, നമ്മളൊന്നും കേൾക്കൂലായിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കേൾക്കില്ലായിരുന്നു കേട്ടാ, ചെരുപ്പിട്ട് പുറത്ത് ഇറങ്ങാൻ പറയുമ്പോൾ ഞാൻ ഇത് ചെയ്യൂലായിരുന്നു കേട്ടാ. എന്റെ അമ്മ നല്ല തല്ലൊക്കെ തരുമായിരുന്നു. കാരണം അമ്മയ്ക്ക് അറിയാം ചെരുപ്പിട്ട് പുറത്തു പോകാൻ പാടില്ല, അത് കാലിന് എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിലാണ് അമ്മ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ അതുവഴി അണുക്കളൊന്നും കയറുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മ പറയുന്നത്. എനിക്ക് കുറച്ച് വലുതായി കഴിഞ്ഞപ്പോ മനസ്സിലായി, പക്ഷെ അന്ന് അനുസരിക്കില്ല. അപ്പൊ കുട്ടികളോട് നമ്മൾ കമ്പൽസറി ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് പറയണം, നിങ്ങൾ ചെരുപ്പിട്ട് വേണം കളിക്കാൻ, ഷൂ ആണെങ്കിൽ ഷൂ ഇട്ടിട്ട് വേണം ഗ്രൗണ്ടിൽ ഇറങ്ങാൻ, നിർബന്ധമായിട്ട് പറയണം. നമ്മൾ വിചാരിക്കും നമ്മുടെ എൻവയോൺമെന്റ് ഭയങ്കര സേഫ് ആണ്, പക്ഷെ ഒരുപാട് ഹാർംഫുൾ ആയിട്ടുള്ള തിങ്സ് എൻവയോൺമെന്റ് ഉണ്ട്. നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ പോലും നമ്മൾ സംശയിച്ചൊരു കാലമുണ്ട് ഇല്ലേ? അതേത് കാലം? കൊറോണ വന്നപ്പോ നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ പോലും നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇതിലൊക്കെ എന്തൊക്കെ അണുക്കളാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇതിൽ കൊറോണ ഉണ്ടോ എന്നൊക്കെ പേടിച്ച് ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നു. മാസ്ക് ഒക്കെ വെച്ച് എനിക്ക് തോന്നുന്നു കൊറോണ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് അസുഖങ്ങളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല അല്ലെ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഇല്ല ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ കഫക്കെട്ട്, പനി, അതേപോലെ എയർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ, എയറിൽ കൂടെ സ്പ്രെഡ് ആവുന്ന അസുഖങ്ങൾ, പൊടി, ഡസ്റ്റ് പ്രോബ്ലം, അലർജീസ് ഒക്കെ എന്താണ് ഈ പറഞ്ഞ അസുഖങ്ങൾ കറന്റ്ലി ഇപ്പൊ കുറെ ആൾക്കാർക്ക് അത് വരുന്നുണ്ട്. ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 9 ആഴ്ചയായിട്ട് തോട്ട് ഇൻഫെക്ഷൻ ഒക്കെ വന്ന് മാറിയിട്ടുള്ളൂ. ജസ്റ്റ് സൗണ്ട് ഒക്കെ ഒന്ന് തിരിച്ചു കിട്ടി വരുന്നുള്ളൂ. അപ്പൊ അത് ഈ എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ്. ഡസ്റ്റ് മൂലമായിരുന്നു തോന്നുന്നു എനിക്ക് അലർജി വന്നത്. അപ്പോ ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ അന്ന് കൊറോണ വന്ന സമയത്ത് നമ്മൾ കുറെ പ്രിക്വേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. മാസ്ക് ഒക്കെ വച്ചതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ അസുഖങ്ങളൊന്നും വന്നില്ല. കാരണം എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛൻ ആസ്മ പേഷ്യന്റ് ആണ്. അച്ഛന് ശ്വാസം മുട്ടുണ്ട്. ഞാൻ കാണുന്ന കാലം മുതലേ അച്ഛന് ശ്വാസം മുട്ടുണ്ട്. അപ്പൊ അച്ഛന് ടൈലിന്റെ പണിയായിരുന്നു, ടൈല് കട്ട് ചെയ്യുന്നു. അപ്പൊ ആ സമയത്ത് മാസ്ക് വെക്കും, പക്ഷെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നു. പക്ഷെ അച്ഛന് അത് കഴിഞ്ഞ് കൊറോണ വന്നു കഴിഞ്ഞു. ആ 2-3 വർഷം
അച്ഛന് ശ്വാസം മുട്ടയും വന്നിട്ടില്ല. അച്ഛൻ ഈ പറഞ്ഞ ശ്വാസം മുട്ടയും ഇല്ല, ശ്വാസം മുട്ടയും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അച്ഛന് ശ്വാസം മുട്ട മാറിയ. എനിക്ക് മനസ്സിലാവുന്നില്ല. മരുന്ന് കഴിച്ചിരുന്ന അച്ഛൻ 4 നേരമൊക്കെ മരുന്ന് കഴിച്ചിരുന്ന അച്ഛൻ ഇപ്പൊ മരുന്ന് കഴിക്കുന്നില്ല. അച്ഛൻ പറയുന്നത് എന്റെ ശ്വാസം മുട്ട് മാറിയടി, കൊറോണ വന്നത് നന്നായി, എന്റെ ശ്വാസം മുട്ട് മാറി. ഞാൻ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പൊ അച്ഛൻ മരുന്ന് കഴിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ 2 വർഷമായിട്ട് 23, 24 ആ ഒരു ടൈമിൽ അച്ഛന് വീണ്ടും ഇതേ പ്രശ്നം വന്നു, ശ്വാസം മുട്ട് വന്നു. കാരണം ഇപ്പൊ വീണ്ടും അച്ഛൻ മാസ്ക് യൂസ് ചെയ്യാതെ ആയി. അപ്പൊ അച്ഛൻ പറഞ്ഞു കുറച്ച് നാൾക്ക് മുമ്പ് ഇത് മാറിയതാണ്, ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു കുറച്ച് നാൾക്ക് മുമ്പ് ഇത് മാറി നിൽക്കായിരുന്നു, പക്ഷെ ഇപ്പൊ വീണ്ടും വരുന്നുണ്ട്. അപ്പൊ അത് ഏത് ടൈമിലാണ് ഡോക്ടർ ചോദിച്ചത്? അവർക്ക് അറിയാലോ ഈ ടൈമില്. പറഞ്ഞു കൊറോണ ടൈമിലൊന്നും ഞാൻ പുറത്തൊന്നും അധികം പോകാറില്ല, ചിലപ്പോ അതുകൊണ്ടായിരിക്കും, ജോലിയൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കും ശ്വാസം മുട്ട് ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത്, അതാ പറഞ്ഞത് ഇങ്ങനെയാണ്, അത് ആ ടൈമില് നമ്മൾ യൂസ് ചെയ്തിരുന്ന പ്രിക്കോഷൻസ്, മാസ്ക് ഒക്കെ യൂസ് ചെയ്യായിരുന്നു, ഷീൽഡ് ഒക്കെ വെക്കായിരുന്നു, അതേപോലെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പൊ ആ ഒരു ശ്രദ്ധയുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ ശ്വാസം മുട്ട് എന്ന് പറയുന്ന അസുഖം ആ ടൈമിൽ പൂർണ്ണമായി മാറി നിന്നത്. വീണ്ടും നമ്മൾ കെയർലെസ് ആയപ്പോ വീണ്ടും ഈ അസുഖം വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ മാസ്ക് ഇപ്പോഴും അച്ഛൻ മാസ്ക് വെക്കുന്നുണ്ട്. അപ്പൊ ആൾക്ക് കുറവുണ്ട് എന്ന് വെച്ചാൽ പഴയ പോലെ പൂർണ്ണമായിട്ട് മാറിയില്ല. എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് മാസ്ക് ഒക്കെ യൂസ് ചെയ്തിരുന്നെങ്കിൽ ഈ അസുഖം മാറുമായിരുന്നു. കാരണം എപ്പോഴാണ് ശ്വാസം മുട്ട് കൂടുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളത് ഇൻഹേലറിൽ നിൽക്കും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, ഓക്സിജൻ കുറയും, ബോഡിയിൽ ഓക്സിജൻ കുറയും, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ അത് ഓരോ സിറ്റുവേഷൻ ആണ്, ഓരോ ദിവസം ഞങ്ങൾ ചെറുപ്പം മുതലേ കാണുന്നതാണ്. അപ്പൊ ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് മാറിയതാണ്. അച്ഛൻ ഇപ്പൊ എല്ലാവരും മാസ്ക് ഒക്കെ മാറ്റിയതിനു ശേഷം, ഡോക്ടർ പറഞ്ഞതിന് ശേഷം അച്ഛൻ വീണ്ടും മാസ്ക് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, ഒരുപാട് എല്ലാം മാറി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം മഞ്ഞിന്റെ സീസൺ ആണ്, ആ ഒരു സീസൺ ആണ്. അപ്പൊ അതുകൊണ്ട് നൈറ്റ് ആവുമ്പോൾ അച്ഛന് ഇതേപോലെ വീണ്ടും ശ്വാസം മുട്ട് വരുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ പ്രാവശ്യമല്ല, 2021, 22, 23 കാലഘട്ടത്തിൽ ഈ പറഞ്ഞ അസുഖം ഉണ്ടായിരുന്നില്ല. ഈ മഞ്ഞുകാലമാണോ ഒന്നും പ്രശ്നമില്ല അച്ഛന, ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ സമയത്ത് എടുത്ത ഒരു പ്രിക്കോഷൻ കാരണം ഈ ഒരു അസുഖം കുറച്ച് നാളത്തേക്കാണെങ്കിൽ മാറിയിരുന്നു. നമ്മൾ വീണ്ടും കെയർലെസ് ആയപ്പോൾ വീണ്ടും അത് വന്നു. അപ്പൊ ചില കാര്യങ്ങളൊക്കെ നല്ലതാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മുടെ എയറിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. എ വൈഡ് വെറൈറ്റി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ എക്സിസ്റ്റ് ഇൻ യുവർ എൻവയോൺമെന്റ്. നമ്മുടെ എൻവയോൺമെന്റിൽ ഇതേപോലത്തെ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. വൈസിൻ They are a threat to human health. ഇവരൊക്കെ നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിന് ത്രെറ്റ്സ് ആണ്, എന്താണ്, ഭീഷണിയാണ്. Diseases may be caused by germs, parasites, and poison. Diseases are mainly 2 types, contagious and infectious. അപ്പൊ നമ്മൾ ഡിസീസസ്, ഈ അസുഖങ്ങൾ ചിലപ്പോൾ ജേംസ് ആയിരിക്കും വരുത്തുന്നത്, അതേപോലെ പാരസൈറ്റ്സ്, പുറത്തുനിന്നുള്ള പാരസൈറ്റ്സ്, അതേപോലെ പോയിസൺസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, മറ്റു അസുഖങ്ങൾ കാരണം നമുക്ക് 2 രീതി അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് അസുഖങ്ങൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതെല്ലാമാണ്? Contagious and okay, contagious and infection. Okay. Contagious spread from one person to another through contact. ഇപ്പൊ കൊറോണ ഒക്കെ പോലെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് കോണ്ടാക്ട് വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ പറയണം, പഠിക്കണ്ടേ നമുക്ക്. ഇനി ജേംസ് എങ്ങനെയാണ്? ഭയങ്കര സ്ട്രോങ് ആണ്. ഈ കൊറോണ ഒക്കെ വന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് അത് അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് വീക്കാക്കി കളയും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ അത് ബാധിക്കും. ഇതിൽ ആർക്കൊക്കെ കൊറോണ വന്നിട്ടുണ്ട്? എനിക്ക് വന്നിട്ടുണ്ട്. എല്ലാവർക്കും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കറിയാം ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്തത് എന്തായിരുന്നു? നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണവും, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൊറോണ കഴിഞ്ഞിട്ടും അതിന്റെ സൈഡ് എഫക്ട്സ് മാറിയിട്ടുണ്ടോ? വന്നിട്ടുണ്ടേ. അപ്പൊ ഞാൻ ഇതെടുത്തു, അത് കഴിഞ്ഞിട്ട് വാക്സിൻ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്ന ഒരു ഇതാണ്, സ്റ്റെപ്പ് ഒക്കെ കയറുമ്പോ ഭയങ്കര കിതപ്പാണ്.
അതുവരെയും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓടിച്ചാടി 3 നില 4 നിലയൊക്കെ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലാത്ത ഞാൻ എനിക്കിപ്പോ 10 സ്റ്റെപ്പ് മുകളിലോട്ട് കയറി കഴിയുമ്പോൾ എന്താണ് നമുക്ക് പറ്റുന്നില്ല, അത്രയും സ്ട്രെയിൻ എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഒരുപാട് നടക്കാൻ പറ്റുന്നില്ല. നടക്കാൻ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. മുമ്പൊക്കെ ഞാൻ നടന്നാണ് ക്ലാസ്സിലൊക്കെ പോയിരുന്നത്. പക്ഷെ എനിക്കിപ്പോ നടക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. അതേപോലെ എല്ലാവർക്കും ഞാൻ എന്റെ അടുത്തുള്ള ആൾക്കാർക്കോടൊക്കെ ചോദിച്ചപ്പോ എല്ലാവർക്കും ഈ കൊറോണ വന്നതിന് ശേഷം ഇതേപോലത്തെ ഒരുപാട് സൈഡ് എഫക്ട്സുകൾ ഉണ്ട് എന്നാ പറയണേ. കാരണം ഈ ജേംസ് ഒന്നാമത് സ്ട്രോങ് ആണ്. അത് നമ്മുടെ ബോഡിനെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ പെട്ടെന്ന് ക്രിട്ടിക്കൽ ആക്കാനും ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാനും വരും, ക്രിട്ടിക്കൽ ആക്കുകയും ചെയ്യും. ഓക്കെ, അത് എല്ലാ ടൈപ്പും കണ്ടാജിനിയസ് ഡിസീസ്, ഇപ്പൊ നിപ്പയൊക്കെ പോലത്തെ അസുഖങ്ങൾ വന്നാലും സെയിം എഫക്റ്റ് ആണ്. ഓക്കെ, വായിച്ചോട്ടെ, കണ്ടിന്യൂ ചെയ്ത്. സ്പ്രെഡ് അല്ല, ജേംസ് മുതൽ വായിക്കട്ടോ. ആരെ വായിക്കണേ? The germs of these diseases are very strong. They spread easily and critically. ഓക്കെ, ഈ അസുഖങ്ങൾ വരുന്നത് ജേംസ് എന്താണ്, അത്യാവശ്യം നല്ല വെരി സ്ട്രോങ് ആണ്. ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവും, നമ്മളെ ക്രിട്ടിക്കൽ ആക്കാനുള്ള കാരണമാവും. ഓക്കെ, അടുത്ത പോയിന്റ്. The medium of infectious diseases of food, air, water, etc. ഓക്കെ, ഇൻഫെക്ഷൻ ഡിസീസ് ആർ സ്പ്രെഡ് ത്രൂ ഫോളോയിങ് മെത്തേഡ്സ്. ഇൻഫെക്ഷൻ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ്, വാട്ടർ, എയർ മൂലം സ്പ്രെഡ് ആകുന്ന അസുഖങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫെക്ഷൻ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ ഐറ്റംസ് എടുത്ത് പറയാനുണ്ട് ഇൻഫെക്ഷൻ ഡിസീസിനെ കുറിച്ചിട്ട്. സോ എല്ലാവർക്കും മനസ്സിലായി നമുക്ക് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അസുഖങ്ങൾ കുട്ടികളിൽ കൂടുതലായിട്ട് വരുന്നത്? അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവുള്ളതുകൊണ്ടാണ്. അവരാണ് സറൗണ്ടിങ്സും എൻവയോൺമെന്റ് ആയിട്ടും കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ള കോണ്ടാക്ട് ഉള്ളത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ എൻവയോൺമെന്റും എയറും ഒരുപാട് എന്താണ്, മലിനമാണ്, ഡേർട്ടി ആണ്. അപ്പോൾ അത് നമ്മുടെ ഹ്യൂമൻ ലൈഫിനെയും ഹെൽത്തിനെയും അത് ബാധിക്കും. ഒരുപാട് ഡിസീസ്, ജെൻസ്, പാരസൈറ്റ്സ്, പോയിസൺസ്, ഗ്യാസ്, അതേപോലത്തെ ഒരുപാട് അസുഖങ്ങൾ വരുത്തുന്നുണ്ട്. മെയിൻ ആയിട്ട് 2 കാറ്റഗറീസ് ഓഫ് ഡിസീസ് ഉള്ളത് ഏതൊക്കെയാണ്? Contagious and അപ്പൊ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഡിസീസ് ആണ്? ആ കണ്ടാജിനിയസ് ഡിസീസ് എന്താണ്, ജേംസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അത് പെട്ടെന്ന് ഈസിലി സ്പ്രെഡ് ചെയ്യും, നമ്മളെ പെട്ടെന്ന് ക്രിട്ടിക്കൽ ആക്കും. ഓക്കെ, ഇൻഫെക്ഷൻ ഡിസീസ് ഏതെല്ലാം മാർഗത്തിലൂടെയാണ് സ്പ്രെഡ് ആവുന്നത്? നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. ഓരോരുത്തരും ഓരോന്ന് വായിക്കാം. ഫുഡ് ഐറ്റംസ് വായിക്കാത്തവര് വായിക്കണം. നിങ്ങളിപ്പോ വായിക്കുന്നൊക്കെ തെറ്റിപ്പോയാലും ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മള് കുറച്ച് നാള് ഇതേപോലെ കുഞ്ഞു കാര്യങ്ങളൊക്കെ വായിച്ച് നമ്മൾ ചിലപ്പോ കുറെ ആൾക്കാര് പഠിത്തം കഴിഞ്ഞ് വന്നവരുണ്ടാവും, അവർക്ക് കുഴപ്പമുണ്ടല്ലോ, പെട്ടെന്ന് ക്യാച്ച് ആവും. അല്ലാതെ ബ്രേക്ക് ഒക്കെ എടുത്ത് വരുന്നവരുണ്ടാവില്ലേ, മുമ്പത്തെ ക്ലാസ്സുകളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വരുമ്പോ അല്ലെങ്കിൽ 10ാം ക്ലാസ് +2 ഒക്കെ ഉള്ള കുട്ടികൾ, അവർക്ക് ഇംഗ്ലീഷിന് അത്യാവശ്യം ഫ്ലുവൻസി ഉണ്ടാവണമെന്നില്ല. അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ ഇത് വായിപ്പിക്കുന്നത്. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു കുറച്ച് കൂട്ടം ആൾക്കാരുടെ മുമ്പിൽ പോയിട്ട് ഒരു കാര്യം വായിക്കുമ്പോൾ അത് പ്രസന്റ് ചെയ്യുമ്പോൾ ആ ഡൗട്ട് ഉണ്ടാവില്ല. ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? തന്നായിരുന്നു മിസ്സേ. എക്സാമ്പിൾ ഓഫ് അൺഇൻറ്റർപ്രിറ്റഡ് വെജിറ്റബിൾ, ആ രണ്ടത്തെ എക്സാമ്പിൾസ് ആൻഡ് യൂസസ് എന്താണ്, ഡെഫിഷ്യൻസി എന്താണ്, അതൊക്കെ. ഓക്കെ, അതൊന്ന് ഡിസ്കസ് ചെയ്യാം. 10 മിനിറ്റ്സ് ഉണ്ട്, ഒരാൾക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അത് ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തതാണല്ലോ ഓൾറെഡി. ആണോ? അത് ചെയ്തതായിരുന്നു മാം. ഞാൻ അതാ മെസ്സേജ് പിന്നെ കണ്ടു, ആരോ ആക്ടിവിറ്റി ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ചാപ്റ്ററിലെ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് കാണുന്ന ഈ 3 ഇതല്ലേ മിസ്? ഇപ്പൊ മിസ് എടുത്ത പോർഷൻസിൽ ചിൽഡ്രൻ ഗെറ്റ് വേരിയസ് കൈൻഡ്സ് ഓഫ് അത്, പിന്നെ ഡിസീസ് മെയിൻലി 2 ടൈപ്സ്, ആൻഡ് എന്താണ് കോണ്ടേജിയസ് ഡിസീസ്, ഇൻഫെക്ഷൻ ഡിസീസസ് അല്ലേ? ഇത്രയുമാണ് എടുത്തത് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് പറയുന്ന പോർഷനില്. അതാ മിസ്, ഇത് മെയിൻ ആയിട്ട് ഇതിൽ ക്വസ്റ്റ്യൻ വരുന്ന എങ്ങനെയൊക്കെ ഇതിലല്ലേ മിസ് എന്ന് പറയുന്നത്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിരുന്നുള്ളൂ. അതെ, നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ ആദ്യത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആയിരിക്കും ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒന്ന് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നില്ലേ?
അപ്പൊ അത് തന്നെ വരണമെന്നില്ല, ആ ക്വസ്റ്റ്യൻ തന്നെ വരണമെന്നില്ല, അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. മനസ്സിലായോ? അതേ ക്വസ്റ്റ്യൻസ് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ജസ്റ്റ് മോഡൽ എന്താണ്, ഇവിടെ നിന്നും ഇതേപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഇനി ഫുഡ് ഐറ്റംസ് ഒന്ന് പറഞ്ഞേ, ഒരാൾ വായിച്ചേ. Food item consuming food which are affected by floats and other insects in the reason for various diseases and infections. Fly is the major carrier of infections. ഓക്കെ, നമ്മൾ ഫുഡ് ഐറ്റംസ് ആണ് പറയാൻ പോകുന്നത്. ഫുഡ് ഐറ്റംസ് എങ്ങനെയാണ് മലിനമാകുന്നത്? കൂടുതലായിട്ട് കുറെ ഈച്ചകള് അങ്ങനൊക്കെ ഇരുന്നിട്ട്. അല്ലാതെ പഴകിയ ഭക്ഷണം കഴിച്ചു, ഇത്രയും പേര് എന്താണ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഫുഡൊക്കെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ. അതേപോലെ ഈ പറഞ്ഞ പോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫുഡ്സ്, കേട് വന്ന ഫുഡ്സുകൾ, അതേപോലെ എന്താണ് വൃത്തിയില്ലാത്ത വെള്ളം യൂസ് ചെയ്ത് പാചകം ചെയ്തു, അതേപോലെ റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന എണ്ണകൾ മൂലം നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ന്യൂസ് ആണിത്, അല്ലെ? പഴകിയ ഭക്ഷണം കഴിച്ച് ഇത്രയും പേര് ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്. ടിവിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് വരാറുണ്ട്. കുറച്ച് നാളായിട്ട് ഇപ്പൊ ആ ന്യൂസ് കേൾക്കുന്നില്ല എന്നാ തോന്നുന്നത്, അല്ലെ? ഞാൻ കേൾക്കുന്നില്ല ന്യൂസ്, ഇപ്പൊ ടിവിയിൽ കാണാറില്ല. കാരണം കൂടുതൽ കുറച്ചും കൂടി ഫുഡ് ഇൻസ്പെക്ഷൻ കൗൺസിലൊക്കെ, ഫുഡ് ഇൻസ്പെക്ഷൻ അവർ ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോ ഏകദേശം അങ്ങനത്തെ പഴകിയ ഭക്ഷണങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ ആ ഹോട്ടലിൽ എന്ത് ചെയ്യുന്നുണ്ട്, പൂട്ടിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്താണ്, ഫുഡ് ഇൻഫെക്ഷൻ ആണ്. ഫുഡ് ഇൻഫെക്ഷൻ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് മൂലം അസുഖം വരുന്നുണ്ട്. ഈ ഇൻഫെക്ഷൻ വരാനുള്ള കാരണം ഈച്ച വന്നിരിക്കുന്നതും, അതേപോലെ തുറന്ന സ്ഥലങ്ങളിലേക്ക് കടികളും അറബ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഈച്ച വന്നിരിക്കില്ലേ, അത് അങ്ങനെ നമുക്ക് അസുഖങ്ങൾ സ്പ്രെഡ് ആവും. അല്ലാതെ ഇത്തിരി കംപ്ലൈന്റ് ഉള്ള ഫുഡ്, ഇപ്പൊ ചിക്കൻ, അതേപോലത്തെ ചിക്കനൊക്കെ പഴക്കം ചെന്ന ചിക്കൻ, ബീഫൊക്കെ യൂസ് ചെയ്യുന്ന മൂലം വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കുക്ക് ചെയ്യുന്ന ഓയിലുകൾ മൂലം നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? അസുഖങ്ങൾ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, ഇല്ലേ? അസുഖങ്ങൾ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം എന്താണ്, ഇതെല്ലാം മൂലം നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാൻ ടൈം ആയിട്ടുണ്ട്. സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈൻ ഔട്ട് ആരും പറയാൻ റെഡിയല്ല. ജസ്റ്റ് കോട്ട് പറഞ്ഞിട്ട് സൈൻ ഔട്ട് പറഞ്ഞാൽ മതി. താങ്ക് യു ടീച്ചർക്കും താങ്ക് യു പറയാം. ജസ്റ്റ് കോട്ട് പറഞ്ഞാൽ മതിയാവോ? ജസ്റ്റ് ഒരു കോട്ട്, നല്ലൊരു കോട്ട് പറഞ്ഞിട്ട് സൈൻ ഔട്ട് ചെയ്തു. മോന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള കോട്ട്. Okay. However difficult life may seem, there is always something you can do and succeed at. I repeat my quote. However difficult life may seem, there is always something you can do and succeed. Stephen Hawking. Thank you, ma'am. Thank you. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാം. ഇൻഫെക്ഷൻ ഫുഡ് എങ്ങനെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, ഇൻഫെക്ഷൻ ഡിസീസ് ഏതെല്ലാം ഐറ്റംസിലൂടെ വരുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കാരണം പുതിയൊരു ടോപ്പിക് ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ കേട്ടോ. അപ്പൊ താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.